നാഷണൽ ക്യാപിറ്റൽ ടെറിട്ടറിയായ ഡൽഹി അസംബ്ലിയിലെ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം വന്നിരിക്കുകയാണല്ലോ. BJPക്ക് സമ്പൂർണ്ണ വിജയം നേടിക്കൊടുത്ത ഒരു തെരഞ്ഞെടുപ്പാണിത്. മാത്രമല്ല 27 വർഷം പുറത്തു നിന്നിട്ട് അധികാരത്തിലേക്ക് തിരിച്ചു വരികയാണ്. കോൺഗ്രസിൻ്റെ ഭരണം ഏതാണ്ട് 15 വർഷവും ആം ആദ്മി പാർട്ടിയുടെ 12 വർഷത്തെ ഭരണത്തിന് വിരാമമിട്ടുകൊണ്ട് BJP വീണ്ടും ഡൽഹി അസംബ്ലി ഭരിക്കാൻ പോവുകയാണ്. ഡൽഹിയിൽ BJPക്ക് പരമ്പരാഗതമായി നല്ല ശക്തിയുള്ളൊരു കേന്ദ്രമാണ്. മുമ്പും തോൽക്കുമ്പോഴും 33% വോട്ട് BJP നേടുമായിരുന്നു. മാത്രമല്ല ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ സമ്പൂർണ്ണ ആധിപത്യം 7 പാർലമെൻറ്റ് സീറ്റിലും നേടുന്ന ഒരു പശ്ചാത്തലമുണ്ട്. ഞാനീ പറഞ്ഞു വന്നത് BJPക്ക് അടിസ്ഥാനപരമായി ഡൽഹിയിൽ നല്ല ശക്തിയുള്ളൊരു കേന്ദ്രമാണ്. പക്ഷേ അസംബ്ലി തിരഞ്ഞെടുപ്പ് വരുമ്പോൾ കഴിഞ്ഞ കുറേ കാലങ്ങളായി കോൺഗ്രസിനെയും സമീപകാലത്തായി ആം ആദ്മി പാർട്ടിയെയും വോട്ട് ചെയ്യുന്നൊരു പാരമ്പര്യമാണ് ഡൽഹി നിവാസികൾക്കുള്ളത്. ആം ആദ്മി പാർട്ടിയുടെ പ്രവർത്തനമാകട്ടെ കൂടുതലും ഫ്രീ ബീസ് അഥവാ ക്ഷേമ പ്രവർത്തനങ്ങൾ, സോഷ്യൽ വെൽഫെയർ മേഖലയിൽ പ്രവർത്തിക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടാവുകയും അതിനുവേണ്ടി പാവപ്പെട്ടവർക്ക് വേണ്ട ആനുകൂല്യങ്ങൾ നൽകുകയും അത് വൈദ്യുതി ആയാലും കുടിവെള്ളമായാലും ബാക്കി പാവപ്പെട്ട ആൾക്കാരെ സഹായിക്കുന്ന ചേരി പ്രദേശത്ത് താമസിക്കുന്നവരെയും വളരെ ബുദ്ധിമുട്ടി ജീവിക്കുന്ന ആൾക്കാരെയും ദളിതരെയും ന്യൂനപക്ഷങ്ങളെയൊക്കെ സഹായിക്കുന്ന ഒരു പ്രത്യേക ഒരു സ്റ്റൈൽ ആം ആദ്മി പാർട്ടി ഡെവലപ്പ് ചെയ്തിരുന്നു. അതിൻ്റെ പശ്ചാത്തലത്തിൽ അവർക്ക് എപ്പോഴും തിരഞ്ഞെടുപ്പ് വരുമ്പോൾ നമ്മൾ കാണുന്നത് ലോവർ മിഡിൽ ക്ലാസ് നന്നായിട്ട് വോട്ട് ചെയ്യുകയും മിഡിൽ ക്ലാസ് ഈ അസംബ്ലി തിരഞ്ഞെടുപ്പിൽ വലിയ താല്പര്യം കാണിക്കാതിരിക്കുകയും അത് പലപ്പോഴും ആം ആദ്മി പാർട്ടിക്കും നല്ല ഗുണം ചെയ്യുന്നൊരു സാഹചര്യമായിരുന്നു. എന്നാൽ ഇപ്പോഴാകട്ടെ നമുക്ക് റിസൾട്ട് വരുമ്പോൾ വളരെ വ്യക്തമായിട്ട് അറിയാവുന്ന കാര്യം, ഇതിൽ നിന്ന് ഒരു വലിയൊരു ബ്രേക്ക് ഉണ്ടായിരിക്കുന്നു. ഇതെങ്ങനെ സംഭവിച്ചു എന്നുള്ളത് നമ്മൾ ഈ സമയത്ത് ഒന്ന് ചർച്ച ചെയ്യുന്നത് നല്ലതായിരിക്കും. തീർച്ചയായിട്ടും ഡൽഹിയിലെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ സ്വാധീനം ഈ തിരഞ്ഞെടുപ്പിൽ വളരെ വ്യക്തമായിട്ടുണ്ട്. കാരണം തിരഞ്ഞെടുപ്പ് രംഗത്ത് തീർച്ചയായിട്ടും നരേന്ദ്രമോദിയും മറ്റും പറഞ്ഞ കാര്യങ്ങൾക്ക് കൂടുതൽ വിശ്വാസ്യത അരവിന്ദ് കെജ്രിവാളിനേക്കാൾ ഉണ്ടായി എന്നുള്ളതാണ് ഈ തിരഞ്ഞെടുപ്പിലെ ഒരു പ്രത്യേകത. അരവിന്ദ് കെജ്രിവാളും ആം ആദ്മി പാർട്ടി ഗവൺമെൻറ് കൊണ്ടുവന്ന ക്ഷേമ പദ്ധതികൾ, ഫ്രീ ബീസ് ഒന്നും തന്നെ കുറയ്ക്കുകയില്ല എന്നും പാവപ്പെട്ട സ്ത്രീകൾക്ക് 2500 രൂപ പ്രതിമാസം നൽകുമെന്ന് പറഞ്ഞതും മറ്റു പല ക്ഷേമ പദ്ധതികളുടെ വാഗ്ദാനങ്ങളുമെല്ലാം മോദിയുടെ നാവിൽ നിന്ന് വന്നതും അത് BJPയുടെ ഉടമസ്ഥതയിൽ വന്നപ്പോൾ കെജ്രിവാൾ പറയുന്നതിനേക്കാൾ ഒരു ഡബിൾ എൻജിൻ ഗവൺമെൻറ്റാണ് ഡൽഹിയിൽ നല്ലതെന്ന് അവിടുത്തെ ജനങ്ങൾക്ക് തോന്നി എന്നുള്ളതാണ് സത്യം. ഇതിന് അവർക്ക് പിന്തുണയ്ക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. കാരണം ഡൽഹിയിൽ കേന്ദ്ര ഗവൺമെൻറ് ഭരിക്കുമ്പോൾ അതേ ഗവൺമെൻറ് തന്നെ സംസ്ഥാനത്തും ഭരിക്കുകയാണെങ്കിൽ അത് തീർച്ചയായിട്ടും ജനങ്ങൾക്ക് ഗുണം ചെയ്യുന്നുള്ള ഒരു പ്രതീക്ഷയുണ്ട്. ഇതിനപ്പുറം ആം ആദ്മി പാർട്ടിക്കെതിരെ ഉണ്ടായ വികാരം ശക്തമായി വരാൻ കഴിഞ്ഞ കുറേ കാലത്തെ പ്രവർത്തനങ്ങൾ നമ്മളൊന്ന് ആലോചിച്ചാൽ മനസ്സിലാക്കാവുന്നതാണ്. അതുകൊണ്ട് തന്നെയാണ് എക്സിറ്റ് പോളുകൾ പ്രവചിച്ചപ്പോൾ വലിയ അത്ഭുതമൊന്നും ആൾക്കാർക്ക് തോന്നാത്തത്. അരവിന്ദ് കെജ്രിവാളിനെ ജയിലിലിടുകയും അതുപോലെ സിസോഡിയെ 12 മാസത്തോളം ജയിലിലിടുകയും ആം ആദ്മി പാർട്ടി ക്യാബിനറ്റിലെ പല മന്ത്രിമാർക്കും ജയിൽവാസം അനുഭവിച്ചതുമെല്ലാം ഈ ആം ആദ്മി പാർട്ടി ഒരു പാർട്ടി വിത്ത് ഡിഫറൻസ് എന്ന് പറയുന്നതിൽ അർത്ഥമില്ല എന്ന് മനസ്സിലായി. അതിൻ്റെ ജനനവും മറ്റും അഴിമതിക്കെതിരെയുള്ള ശക്തമായ വികാരമായിട്ട് വന്നിട്ടുണ്ടെങ്കിലും പിൽക്കാലത്ത് അതൊരു അഴിമതി രഹിത പാർട്ടിയായി നിൽക്കാൻ കഴിഞ്ഞില്ല. അതുകൊണ്ടാണ് അണ്ണാ ഹസാരെ അന്ന് തന്നെ ഈ സോഷ്യൽ മൂവ്മെൻറ്റുകൾ രാഷ്ട്രീയ പാർട്ടികളാകുന്നതിൻ്റെ അപകടത്തെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അദ്ദേഹം തന്നെ ഈ കക്ഷിയിൽ ചേരാതെ സ്വന്തം നിലയിൽ ഒരു പ്രസ്ഥാനമായി മുന്നോട്ട് പോയത്. അത് അദ്ദേഹം പ്രവചിച്ചത് വളരെ ശരിയാണെന്ന് തോന്നി. കാരണം രാഷ്ട്രീയ പാർട്ടി ആയപ്പോൾ പാർട്ടിക്ക് പ്രവർത്തിക്കാനും മറ്റും പണവും സാമ്പത്തിക സഹായവും ഒക്കെ വേണം. ഓരോ തരത്തിലല്ലെങ്കിൽ മറ്റു തരത്തിൽ അഴിമതിയിലേക്ക് ആം ആദ്മി പാർട്ടി കുതിച്ചു ചാടുന്ന രംഗമാണ് ഉണ്ടായത്. മദ്യനയം ഉൾപ്പെടെ ഒത്തിരി അഴിമതി കേസുകൾ ആം ആദ്മി പാർട്ടി നേതാക്കന്മാർക്കെതിരെ വന്നു. ഇപ്പോൾ തിരഞ്ഞെടുപ്പ് വിധി വന്നപ്പോൾ നമ്മൾ കണ്ടതാണ് അരവിന്ദ് കെജ്രിവാളും ഇപ്പോഴത്തെ മുഖ്യമന്ത്രി അതീഷിയും ഡെപ്യൂട്ടി ചീഫ് മിനിസ്റ്ററായിരുന്ന മനീഷ് സിസോഡിയയും എല്ലാവരും പരാജയപ്പെട്ടിരിക്കുകയാണ്. അത് വളരെ വ്യക്തമായ കാര്യമാണ്. ആം ആദ്മി പാർട്ടിയുടെ അഴിമതിരഹിത സ്റ്റാറ്റസിൽ പൂർണ്ണമായിട്ട് തകർന്നടിഞ്ഞുവെന്നും അത് സാധാരണ മറ്റ് രാഷ്ട്രീയ പാർട്ടികളെ പോലെ അഴിമതിക്ക് വിധേയമായി പ്രവർത്തിക്കുകയാണെന്നും അതുമാത്രമല്ല ഭരണത്തിലിരുന്ന് ഇത്രയും കാണിക്കുന്ന ഒരു പാർട്ടിയെ പിന്നീടും തിരഞ്ഞെടുക്കുന്നത് സാധാരണ ജനങ്ങൾക്ക് അവരുടെ സാമാന്യ ബുദ്ധിയിൽ യോജിക്കാൻ പറ്റാത്തത് കൊണ്ട് തീർച്ചയായിട്ടും അവർ നെഗറ്റീവായിട്ട് വോട്ട് ചെയ്തു എന്നുള്ളത് വളരെ വ്യക്തമാണ്. മാത്രമല്ല
ഇത്തവണ തിരഞ്ഞെടുപ്പിന് വേണ്ടി പ്രചരണത്തിൽ BJP വളരെ സീരിയസ് ആയിട്ട് പ്രവർത്തിക്കുകയും മൈക്രോ മാനേജ്മെൻറ്റ് നന്നായി നടത്തുകയും ചെയ്തു. ഈ മൈക്രോ മാനേജ്മെൻറ്റ് നടത്തിയതിൻ്റെ ഗുണം നമുക്കറിയാം. സാധാരണ പാവപ്പെട്ട മേഖലയിൽ BJPക്ക് വലിയ നേട്ടങ്ങൾ ഉണ്ടാകാൻ പാടില്ലാത്തതാണ്, സംഭവിക്കാത്തതാണ്. പക്ഷേ സ്ലം ഏരിയയിൽ തന്നെ BJPക്ക് കുറച്ച് നേട്ടങ്ങൾ ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ന്യൂനപക്ഷങ്ങളുടെ നിലപാടും കുറച്ച് വ്യത്യാസമുണ്ട്. ന്യൂനപക്ഷങ്ങൾ കുറച്ച് പേരെങ്കിലും കോൺഗ്രസിന് വോട്ട് ചെയ്തതും BJPക്ക് ഗുണകരമായി വന്നു. അപ്പോൾ മിഡിൽ ക്ലാസിൻ്റെ കാര്യം എടുത്തു പറയേണ്ടതാണ്. കാരണം ഡൽഹിയിൽ അപ്പർ മിഡിൽ ക്ലാസ്സും വളരെ വളരെ ശക്തമാണ്. ഈ സമീപകാലത്തെ ബഡ്ജറ്റും മറ്റും അവർക്കൊരു പ്രചോദനം നൽകി. കാരണം 12 ലക്ഷം വാർഷിക വരുമാനമുള്ളവർക്ക് കരമില്ല, ടാക്സ് അടയ്ക്കേണ്ട ആവശ്യമില്ല എന്ന് പറയുമ്പോൾ അത് മിഡിൽ ക്ലാസ്സിന് വലിയ ഇമാജിനേഷൻ വഴിയുണ്ടാക്കി. അതുകൊണ്ട് തന്നെ അതിനുള്ള പിന്തുണ മിഡിൽ ക്ലാസ് അവർക്ക് തീർച്ചയായിട്ടും അവരുടെ വിഷനിൽ BJPയെ പോലെ മറ്റൊരു പാർട്ടി ഉണ്ടെന്ന് അവർക്ക് തോന്നിയില്ല. ആ തോന്നലായിരിക്കാം അവർക്ക് മിഡിൽ ക്ലാസ്സിന് ഇത്തവണ പോളിംഗ് ശതമാനം വർദ്ധിച്ചത്. 2020 അസംബ്ലി തിരഞ്ഞെടുപ്പിനെ അപേക്ഷിച്ച് പോളിംഗ് വർദ്ധിച്ചിട്ടില്ല എന്ന് പറയാമെങ്കിലും 2024 ലോക്സഭയെ അപേക്ഷിച്ച് വർധനവുണ്ട്. അപ്പോൾ 2024 ലോക്സഭയിൽ 7 സീറ്റ് നേടിയ BJPക്ക് 8 മാസം കഴിഞ്ഞ് നടന്ന ഈ തിരഞ്ഞെടുപ്പിൽ പോളിംഗ് ശതമാനം വർദ്ധിച്ചപ്പോൾ തന്നെ തീർച്ചയായിട്ടും മിഡിൽ ക്ലാസിൻ്റെയും മറ്റ് മൊബിലിറ്റി വോട്ടിങ്ങിനുണ്ടായി. മിഡിൽ ക്ലാസ് കാര്യമായി തന്നെ വോട്ട് ചെയ്തു എന്ന് തന്നെ വിശ്വസിക്കണം. ഇതിന് പുറമെ പാവപ്പെട്ട ആൾക്കാർ, ദളിതരും അതേപോലെ തന്നെ ചേരികളിലും മറ്റും താമസിക്കുന്ന ആൾക്കാരും ആ മേഖലയിലും എല്ലാം BJPക്ക് വലിയ വിജയം നേടി. BJPക്ക് വിജയം നേടാൻ കഴിയാത്ത ചില മേഖലകൾ, ഒന്ന് ചാന്ദിനി ചൗക്ക് ഏരിയയാണ്, പിന്നെ സെൻട്രൽ ഡൽഹിയിലെ ചില മേഖലകളുണ്ട്. അതൊഴിച്ച് ബാക്കി എല്ലാ മേഖലകളിലും BJPക്ക് ശക്തമായ നേട്ടമുണ്ടാക്കാൻ കഴിഞ്ഞു. അപ്പോൾ അതിൻ്റെ പ്രധാനപ്പെട്ട കാരണങ്ങൾ ഇതൊക്കെയാണ്. ഒന്ന്, ഫ്രീ ബീസ് നൽകുന്ന കാര്യത്തിൽ അരവിന്ദ് കെജ്രിവാളിനേക്കാൾ വിശ്വാസത കേന്ദ്ര ഗവൺമെൻറ്റിൽ ജനങ്ങൾക്കുണ്ടായി എന്നുള്ളതാണ് ഒന്ന് പ്രധാനപ്പെട്ട കാര്യം. 2, ആം ആദ്മി പാർട്ടി ഒരു സാധാരണ പാർട്ടിയായി അധപ്പതിച്ചുവെന്നും അഴിമതിക്ക് അതിൽ നിന്ന് മുക്തരായി പ്രവർത്തിക്കാൻ അവർക്ക് കഴിവില്ല എന്നും അതുകൊണ്ട് തന്നെ അതിലെ നേതാക്കന്മാരെല്ലാം ഒന്നിനു പുറകെ ഒന്നായി ജയിലിൽ പോയി മദ്യനയം ഉൾപ്പെടെയുള്ള അഴിമതി കേസുകളിലൊക്കെ പിടിക്കപ്പെട്ടു. അതുകൊണ്ട് തന്നെ അവരുടെ വിശ്വാസത വീണ്ടും തകരുകയും ചെയ്തു. ഇതെല്ലാത്തിനും പുറമെ ഇന്ത്യ മുന്നണിയുടെ നിലപാടും ഒരു പ്രശ്നമായിട്ട് വന്നു. ഇന്ത്യ മുന്നണി ഒരുമിച്ച് നിന്നിരുന്നെങ്കിൽ കുറച്ചുകൂടി സാഹചര്യങ്ങൾ മെച്ചമാവില്ലേ എന്ന് പറയുന്നവരുണ്ട്. പക്ഷേ സമീപകാലത്ത് വരെ തമ്മിൽ തല്ലി നിന്നിരുന്ന ആം ആദ്മി പാർട്ടിയും കോൺഗ്രസും പെട്ടെന്ന് ഒന്നിച്ചു നിന്നാൽ അത് താഴെത്തട്ടിൽ വോട്ടുകൾ സമാഹരിക്കുമോ എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. എന്നാലും കോൺഗ്രസ് മാറി നിന്ന് മത്സരിച്ചത് പരോക്ഷമായിട്ട് BJPക്ക് കുറച്ച് സീറ്റുകളിലെങ്കിലും ഗുണം ചെയ്തിട്ടുണ്ടാകാം. കോൺഗ്രസ്സിന് 7% വോട്ട് കിട്ടി, കഴിഞ്ഞ തവണത്തേക്കാൾ 4% വർധനവുണ്ട്. അത് തീർച്ചയായിട്ടും ആം ആദ്മി പാർട്ടിക്ക് പരോക്ഷമായ നഷ്ടങ്ങൾ ഉണ്ടാക്കിയപ്പോൾ അത് BJPക്ക് ഗുണകരമായി വന്നു. ഇനി ഈ പശ്ചാത്തലത്തിൽ ഇന്ത്യ മുന്നണിയുടെ പ്രസക്തി തന്നെ, ഇന്ത്യ മുന്നണിയുടെ ഭാവി തന്നെ ചോദ്യം ചെയ്യപ്പെടില്ലേ എന്ന് തോന്നുന്നു. കാരണം എല്ലാ പാർട്ടികളും അവരവരുടെ സ്വന്തം നിലയിൽ നിന്ന് മത്സരിച്ചു. അതുകൊണ്ട് തന്നെ പ്രതിപക്ഷ മുന്നണി എന്നുള്ള ആശയത്തിന് വലിയൊരു വെല്ലുവിളി ഉണ്ടാകുകയാണ്. മാത്രമല്ല ആം ആദ്മി പാർട്ടി ശക്തമായിരിക്കുന്ന 2 സംസ്ഥാനങ്ങൾ, ഒന്ന് ഡൽഹിയും മറ്റൊന്ന് പഞ്ചാബുമാണ്. പഞ്ചാബിലാകട്ടെ BJP ഒരു പ്രധാനപ്പെട്ട പ്രതിപക്ഷമല്ല, ശക്തിയുമല്ല. അപ്പോൾ അവിടെ കോൺഗ്രസും ആം ആദ്മി പാർട്ടിയും തമ്മിലാണ് മത്സരം. അപ്പോൾ ഡൽഹിയിൽ കോൺഗ്രസ് ഒട്ടെ പ്രസക്തിയുമില്ല. അപ്പോൾ ഇത്തരം പശ്ചാത്തലത്തിൽ ആം ആദ്മി പാർട്ടിക്ക് ഇന്ത്യ മുന്നണിക്ക് വോട്ട് സപ്ലൈ ചെയ്യാൻ പറ്റുമോ എന്നുള്ള കാര്യത്തിന് വലിയ സംശയമുണ്ട്. അതുകൊണ്ട് തന്നെ പ്രതിപക്ഷ മുന്നണിയിൽ ഒരു ഒറ്റക്കെട്ടായി നിൽക്കുന്ന ഒരു വികാരം ആം ആദ്മി പാർട്ടിയുടെ കേഡേഴ്സിൽ നിന്ന് ഇന്ത്യ മുന്നണിയിലേക്ക് വരുമോ എന്ന് സംശയമുണ്ട്. മറിച്ച് കോൺഗ്രസിനും ഇന്ത്യ മുന്നണിയെടുത്ത് പരാതിയും പരിഭവവും ഉണ്ടാകും. അതുകൊണ്ട് തന്നെ ഇന്ത്യ മുന്നണിയുടെ കെട്ടുറപ്പ് ഈ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ കുറച്ചുകൂടി ദുർബലപ്പെടാനാണ് സാധ്യത. ഡൽഹി തെരഞ്ഞെടുപ്പിൻ്റെ ഒരു സന്ദേശം അതുതന്നെയാണ്. കേന്ദ്ര ഗവൺമെൻറ്, മോദി ഗവൺമെൻറ്റിനെ കുറച്ചുകൂടി ശക്തി ആർജിക്കാനുള്ളൊരു സാഹചര്യമുണ്ടായി. കഴിഞ്ഞ ഹരിയാനയും മഹാരാഷ്ട്രയിലെ വിജയത്തിന് ശേഷം ഡൽഹിയും നേടിക്കഴിഞ്ഞു. സ്വാഭാവികമായും ബീഹാറിൽ BJPക്ക് ഒരു അപ്പർ ഹാൻഡ് ഉണ്ടെന്ന് പല കാരണങ്ങൾ കൊണ്ട് നമുക്കറിയാം. അപ്പോൾ സംസ്ഥാനങ്ങളിൽ നടക്കുന്ന ഇടക്കാല തെരഞ്ഞെടുപ്പുകൾ BJPക്ക് ഗുണം ചെയ്യുമ്പോൾ പ്രതിപക്ഷ മുന്നണിക്ക് പൊതുവായി ചെയ്യാനുള്ള കാര്യങ്ങൾ കുറവായി വരികയും അവർ പ്രാദേശിക തലത്തിൽ വ്യത്യസ്ത സംസ്ഥാനങ്ങളിൽ ശക്തിയായി നിൽക്കുമ്പോൾ ആം ആദ്മി പാർട്ടിയുടെ ക്രെഡിബിലിറ്റി ആകട്ടെ 2 സംസ്ഥാനങ്ങളിലേക്ക് ഒതുങ്ങിയാണ്. മറ്റു ചില പോക്കറ്റുകൾ അവർക്കുണ്ട് എന്നുള്ളത് മറക്കാതെയല്ല ഈ പറയുന്നത്. എന്നാലും പഞ്ചാബും ഡൽഹിയും അപ്പുറം വലിയ ശക്തിയായിട്ട് ആം ആദ്മി പാർട്ടിക്ക് വളരാൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ ഒരു ദേശീയ പാർട്ടി എന്നുള്ളൊരു ലേബൽ ഉണ്ടെങ്കിലും അത് ബലത്തിൽ അതൊരു സംസ്ഥാന പാർട്ടിയായി കുറഞ്ഞു വരികയാണ്. ഈ തെരഞ്ഞെടുപ്പ് BJPയുടെ മുറയിൽ വളരെ ശക്തി ആർജിച്ചു. മാത്രമല്ല അവർ മൈക്രോ മാനേജ്മെൻറ്റ് വളരെ നന്നായി ചെയ്തു എന്നാണ് ഈ തെരഞ്ഞെടുപ്പ് ഫലം മനസ്സിലാക്കുന്നത്.
അതല്ലെങ്കിൽ ദളിത് മേഖലയിൽ BJPക്ക് കുറച്ചെങ്കിലും കടന്നു കയറാൻ പറ്റില്ലായിരുന്നു. പിന്നെ RSSന്റെ ശക്തമായ പിന്തുണ BJPക്ക് ഉണ്ടെന്നും എനിക്ക് അവിടെ നിന്ന് കിട്ടുന്ന റിപ്പോർട്ടുകൾ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. അവർ ഒറ്റക്കെട്ടായി നിന്നു എന്ന് മാത്രമല്ല, ബൗദ്ധിക കേന്ദ്രങ്ങളിൽ, കാരണം ഡൽഹി അപ്പർ ക്ലാസ്സും അപ്പർ മിഡിൽ ക്ലാസ്സും ഇൻ്റലക്ച്വൽസും ഉള്ള കേന്ദ്രമാണല്ലോ. അതുകൊണ്ട് തന്നെ RSSന് അവിടെയും ബൗദ്ധിക മേഖലയിൽ കുറേ സ്വാധീനിക്കാൻ കഴിഞ്ഞു. മിഡിൽ ക്ലാസ്സിനും ഇൻ്റലക്ച്വൽ ക്ലാസ്സിനെയും ഒക്കെ സ്വാധീനിക്കാൻ കഴിഞ്ഞതും ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണമായി കാണാം. ചുരുക്കത്തിൽ ഈ തെരഞ്ഞെടുപ്പ് മോദി ഗവൺമെൻറ്റിൻ്റെ ശക്തി ഒന്നുകൂടി വർദ്ധിപ്പിച്ചു. പ്രതിപക്ഷത്തിൻ്റെ ഐക്യത്തെ വലിയ രീതിയിൽ ചോദ്യം ചെയ്യുന്ന രീതിയിലാണ് ഈ തെരഞ്ഞെടുപ്പ് വിധി സമാപിച്ചിരിക്കുന്നത്.